എന്നാൽ നോക്കൂ, നമ്മുടെ നാട്ടിലെ ചിത്രങ്ങൾ, ഖബറുകൾ കെട്ടിയുയർത്തപ്പെടുന്നു. ആ ഖബറുകൾക്ക് മുമ്പിൽ ആളുകൾ പോയി തുണി മൂടുന്നു. അതേപോലെ തന്നെ അതിനരികിൽ ഉറൂസുകളും ഉത്സവങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പുണ്യമുണ്ട് എന്ന് വിചാരിക്കുന്നു. അജ്മീർ പോലെയുള്ള ജാരങ്ങളിൽ ആളുകൾ പൂക്കളുമായി കടന്നു ചെല്ലുകയും ഭക്ത്യാദരപൂർവം അവിടെ പൂക്കൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഖബറുകളുടെ അരികിൽ നിലവിളക്കുകൾ കത്തിച്ചു വെക്കുകയും അതിനെ മുത്തുകയും അതിനെ തൊട്ട് തലോടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഖബറുകൾ മാത്രമല്ല, കല്ലുകൾക്ക് മുമ്പിൽ പോലും സുജൂദ് ചെയ്യുകയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കടന്നു ചെല്ലുകയും ചെയ്യുന്ന സമുദായം തീരുന്നില്ല. മരങ്ങൾക്ക് മുമ്പിൽ, കേവലം ഖബറില്ലാത്ത ഒരു മരത്തിന് മുന്നിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ഈ സമൂഹത്തെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പൗരോഹിത്യം ഇപ്പോൾ കുംഭസാരവുമായി രംഗത്ത് വരുന്നു. ഞങ്ങൾ നോവിക്കാൻ പോവുകയാണ് എന്ന്. ആരാണ് ഈ സമുദായത്തെ നോവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്? മുജാഹിദുകൾ പറഞ്ഞു, പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പറയുന്നത് നോവുന്നുണ്ടാകാം. പക്ഷേ ഈ നോവലിനേക്കാൾ, ഈ വേദനയേക്കാൾ, ഈ പ്രയാസത്തെക്കാൾ ഞങ്ങൾക്ക് ബോധവൽക്കരിക്കാനുള്ളത് പരലോകത്തുള്ള പ്രയാസത്തെ കുറിച്ചാണ്, അവിടെയുള്ള വേദനയെ കുറിച്ചാണ്, അവിടെ നോവുന്നതിനെ കുറിച്ചാണ് എന്നീ സമുദായത്തെ മുജാഹിദുകൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു.